പല വിഷയങ്ങളിലും ഇന്ന് മറ്റു മതങ്ങളെ നമ്മൾ അവരുടെ കർമ്മങ്ങൾ, അവരുടെ ആരാധനാ കർമ്മങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ പങ്കെടുക്കുകയും അവരുടെ പല ആശയങ്ങളും നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കുകയും പലതും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യരുത് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു പ്രത്യേകമായ ദിവസമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ബോധ്യപ്പെടുത്തിയ ഒരു ദിവസമാണ് മുഹറം 9. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ പ്രിയം നിറഞ്ഞവരെ, പരിശുദ്ധമായ മുഹറം 9 രാത്രിയാണ് നാം നിലകൊള്ളുന്നത്. ഒരുപക്ഷെ നിങ്ങളിത് കേൾക്കുമ്പോൾ മുഹറത്തിന്റെ പല ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മുഹറത്തിന്റെ മുഹറം 9 പകലിലായിരിക്കാം. എന്നാലും ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുഹറം 9 രാത്രിയിലാണ്. ഏറെ പ്രാധാന്യമുള്ള മുഹറം 10 നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. മുഹറം 9 നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. അതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ ജീവിക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ മദീനയിലേക്ക് പലായനം ചെയ്തു വന്നു. മദീനയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജൂതരായ ആളുകൾ മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. അതിന്റെ കാരണം അവരോട് അന്വേഷിക്കുമ്പോ മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവിടുത്തെ അനുയായികളും ഫിർഔൻ എന്ന ആ കാലഘട്ടം അടക്കി ഭരിച്ച രാജാവിന്റെ കിങ്കരന്റെ കരങ്ങളിൽ നിന്ന്, അവന്റെ സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസമാണ് എന്ന ഒരു കാരണമാണ് അവർ ബോധിപ്പിച്ചത്. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, മൂസ നബി അലൈഹി സ്വലാമിനോട് നിങ്ങളെക്കാൾ ബന്ധപ്പെട്ടവർ ഞങ്ങളാണ് എന്ന്. സ്വഹാബത്തെ കിറാമിനോട് അലൈഹിമുസ്സലാം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സ്വഹാബത്തെ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ജൂതരെക്കാൾ കൂടുതൽ ബന്ധം നമുക്കുള്ളത് കൊണ്ട് തന്നെ മുഹറം 10 നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും കൂടുതൽ ബാധ്യസ്ഥർ നമ്മളാണ്. മാത്രമല്ല, അടുത്ത ഒരു വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, എന്റെ ആയുസ് അത്ര നീണ്ടു കിട്ടുകയാണെങ്കിൽ ഞാൻ മുഹറം 9 നോമ്പനുഷ്ഠിക്കുമായിരുന്നു എന്ന്. അഥവാ അപ്പോ മുഹറം 9 നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകമായ സുന്നത്താണ്. എന്തുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്? അവിടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജൂതരായ ആളുകളോട് എതിരാകാൻ വേണ്ടി, മുഖാലഫ ചെയ്യാൻ, അവരോട് എതിരാവാൻ വേണ്ടിയിട്ട്. എന്തേ? അവര് മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നു, നമ്മളും മുഹറം 10 നോമ്പ്, അങ്ങനെയല്ല. അവരുടെ തീരുമാനം നമ്മൾ മുഹറം 9 10 നോമ്പനുഷ്ഠിക്കുന്നു എന്ന്. പല വിഷയത്തിലും അഹ്ലു കിതാബിനോട് എതിരാവണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി പറഞ്ഞതോ അല്ലെങ്കിൽ കാണിച്ചു തന്നതോ കാണാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ മുടിവെട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ആ സന്ദർഭത്തിൽ യഹൂദരായ ആളുകളോട് എതിരാകാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജൂതരോട് എതിരാവണം. കാരണം അവർ തലയുടെ ഒരു ഭാഗം വരണ്ടിക്കളഞ്ഞ് കുറച്ചു ഭാഗം മുടി നിർത്തുന്ന ഒരു ശീലമാണ്. നമുക്കത് ശരിയല്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല. തലമുടി മുഴുവനും ഒരേ വലിപ്പത്തിൽ വെട്ടണമെന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് പലിശ. പലിശക്ക് വലിയ പ്രാധാന്യമാണ് ജൂതരായ ആളുകൾ കൊടുത്തത്. ഇസ്ലാം അത് കൃത്യമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അത് ഹറാമാണ്, പലിശ നമുക്ക് അനുവദനീയമല്ല എന്ന്. ഇങ്ങനെ പല വിഷയത്തിലും കാണാൻ സാധിക്കും. മറ്റു മതസ്ഥരായ ആളുകൾ, അഹ്ലു കിതാബുകളായ ജൂതരായോ ക്രൈസ്തവരായോ അല്ലെങ്കിൽ മറ്റു മതങ്ങളോ എന്തുമാവട്ടെ, പല മതങ്ങളും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒട്ടനവധി മതങ്ങളുണ്ട്. അവരോടൊക്കെ വലിയ സാഹോദര്യത്തിലാണ് നമ്മൾ ഇടപഴകുന്നത്. അങ്ങനെ തന്നെയാണ് ഇടപഴകേണ്ടതും. അതാണ് പരിശുദ്ധമായ ഇസ്ലാം കാണിച്ചത്. പക്ഷേ മതത്തിന്റെ മൂല്യം, ഇസ്ലാമിന്റെ മൂല്യങ്ങൾ തകർത്തുകൊണ്ട് അവരുടെ കർമ്മങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചേരാനോ അല്ലെങ്കിൽ ആ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കർമ്മങ്ങളിലേക്കോ നമ്മുടെ ജീവിതത്തിലേക്കോ കൊണ്ടുവരാനോ പാടില്ല. നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ ഇസ്ലാം നിസ്കാരം നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ അതിന് അറിയിപ്പ് കൊടുക്കണം. ചർച്ച നടക്കുകയാണ്, കുലങ്കിഷമായ ചർച്ച. സ്വഹാബത്തിന്റെ ഇടയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് എങ്ങനെയാണ് ആളുകളെ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വിളിക്കുക? പലരും പല അഭിപ്രായം പറഞ്ഞു. നഗാരം മുട്ടാം എന്ന് പറഞ്ഞു. അത് മറ്റൊരു മതസ്ഥർ ചെയ്യുന്ന കാര്യമാണ്. മണിയടിക്കാം, അത് മറ്റൊരു മതസ്ഥരുടെ കാര്യം, അത് വേണ്ട. കാളത്തിൽ ചൂളം വിളിക്കാം, അത് മറ്റു മതങ്ങൾ ചെയ്യുന്ന, അത് നമുക്ക് വേണ്ട. ഇങ്ങനെ പലരും പല അഭിപ്രായം പറഞ്ഞപ്പോ അതൊക്കെ മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ട് നമുക്ക് വേണ്ട. നല്ല ഒരു കാര്യം അള്ളാഹു അറിയിച്ചു തരും. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു അവിടെ വന്ന് അദ്ദേഹം പറയുകയാണ്, നബിയെ, ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ സ്വപ്നത്തിൽ ഞാൻ
നിസ്കാരത്തിന്റെ അറിയിപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് പഠിപ്പിച്ചു തന്നത് അള്ളാഹു അക്ബർ തുടങ്ങിയ ബാങ്കിന്റെ ലഫ്ലുകൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഞാനും കുറച്ചു ദിവസമായി സ്വപ്നം കാണുന്നു. പല സ്വഹാബത്തും പറഞ്ഞു, അത് അംഗീകരിച്ചു, അത് ശരിയാക്കി. അഥവാ മറ്റു മതങ്ങളുടെ പല കാര്യങ്ങളും പറഞ്ഞ് ചർച്ചയ്ക്ക് വന്നെങ്കിലും അവരോട് ആ കാര്യത്തിൽ തുല്യമാവേണ്ട, അവർ ചെയ്യും, നമുക്ക് ചെയ്യേണ്ട. നമുക്ക് നമ്മുടേതായ ഒരു വഴിയുണ്ട്, ഒരു ആദർശമുണ്ട്. അത് അവരോട് ശത്രുത വെച്ചിട്ടല്ല. എന്തിനു വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്? പരിശോധിക്കാൻ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഐക്യവും അതുപോലെ തന്നെ അതിന്റെ ആദർശവും സംരക്ഷിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി, അന്യ മതങ്ങളെ അനുകരിക്കുന്നത് തടയുക എന്നതാണ് ലക്ഷ്യം. മൂന്നാമതായി, തെറ്റായ ആത്മീയ പതനങ്ങളിൽ നിന്ന് പരിശുദ്ധമായ തൗഹീദിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആരോട് ശത്രുത ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പോ മുഹറം 9 നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകമായ സുന്നത്താണ്. അതിന് കാരണം ജൂതരായ ആളുകളോട് എതിരാകാൻ വേണ്ടിയിട്ടാണ്. പല വിഷയങ്ങളിലും ഇന്ന് മറ്റു മതങ്ങളെ നമ്മൾ എന്താകുന്നുണ്ട്, അവരുടെ കർമ്മങ്ങൾ, അവരുടെ ആരാധനാ കർമ്മങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ പങ്കെടുക്കുകയും അവരുടെ പല ആശയങ്ങളും നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കുകയും പലതും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യരുത് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു പ്രത്യേകമായ ദിവസമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം കൃത്യമായി ബോധ്യപ്പെടുത്തിയ ഒരു ദിവസമാണ് മുഹറം 9 എന്ന് പറയുന്നത്. ആ ഒരു ചിന്ത നിങ്ങളിലേക്ക് ഇട്ടുതരിക എന്നുള്ളതാണ് ലക്ഷ്യം. അല്ലാഹു തആല മനസ്സിലാക്കാനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയ ആദർശത്തിൽ അടിയുറച്ചു ജീവിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.